അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ, നമുക്ക് ഒന്നാമത്തെ ആക്ടിവിറ്റി ഉണ്ടല്ലോ, ഒന്നാമത്തെ കണ്ടൻറ്റിൽ ഇതിൽ ഈ കാണുന്നത് ഒന്നല്ല, അതിൽ രണ്ടും വേറെ വേറെയാണ്. അതായത് ഇതൊന്ന്, ഇത് വേറൊന്ന്, ഇതൊന്ന്, ഇത് വേറൊന്ന്. മനസ്സിലായോ? രണ്ടും വേറെ വേറെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ഇതിലുള്ളതിൻ്റെ വീഡിയോ ആണ് മുമ്പ് ഞാൻ അതിൽ 11 ആക്ടിവിറ്റികൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അതിൻ്റെ മുകളിൽ അവിടെ ഏതേതായിട്ട് കാണുമല്ലോ, അവിടെ തൊട്ട് കഴിഞ്ഞാൽ വേറെ ആക്ടിവിറ്റിയാണ് വരിക. അതിൽ ഏകദേശം 11ഓളം, അതിലുണ്ട് 11 ആക്ടിവിറ്റികൾ. അതിന് നമ്മൾ ഓരോന്നിനും പ്രസ് ചെയ്തപ്പോൾ അത് ഒന്നാമത്തെ നമുക്ക് നോക്കാമല്ലോ. അക്ഷരങ്ങളാണ്. ഇവിടെ 2 രൂപങ്ങളുണ്ട്. ഒന്ന് ഇവിടെ പ്രസ് ചെയ്താൽ ഇത് ടോട്ടൽ മൊത്തത്തിൽ നമ്മൾ അവിടെ കേട്ടിരുന്നാൽ മതി. അവിടെ തൊട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മൊത്തത്തിൽ എന്താവും, ഒറ്റ വീഡിയോയിൽ വരും. ഇനി നമ്മൾ ഇവിടെ ഈ ഓരോ അക്ഷരത്തിൻ്റെയും താഴത്ത് കാണുന്നുണ്ടല്ലോ ഓരോരോ കുത്തുപുള്ളികൾ, അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോളത്തിലുള്ള അക്ഷരങ്ങളൊക്കെ നമുക്ക് അവർ പറഞ്ഞുതരും, നമുക്ക് കേൾക്കാം, മനസ്സിലാക്കാം. അതായത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ്. മുകളിൽ ഒറ്റ പ്രസ് കൊണ്ട് മൊത്തത്തിൽ എന്താവും, ഓട്ടോമാറ്റിക്കലി അവർ പറഞ്ഞുതരും ചെയ്യും. ഇങ്ങനെയാണ് ഇതിലുള്ളത്, ഒന്നാമത്തെ ആക്ടിവിറ്റിയിലുള്ളത്. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റിയിൽ ഇതുപോലെ അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനമായിരിക്കും, അതിന് യോജിച്ച അക്ഷരം അവിടെ തൊട്ടെടുക്കുക. അതായത് ഇവിടെ തൊട്ടാൽ മതിയല്ലോ. الحروف اللثوية ثاء ذال ظاء. പിന്നെ മൂന്നാമത്തേത് അതുപോലെ തന്നെ حروف الصفير زاي سين صاد. അതായത് ഓരോ അക്ഷരത്തിൻ്റെ ഓരോ ഹർഫുകളുടെയും പേരാ പറഞ്ഞിരുന്നത്, മനസ്സിലായില്ലേ? الحروف المفخمة خاء صاد ضاد ഇതിലൊക്കെ പറയുന്ന പേരുകളാണ്. ഇനി അഞ്ചാമത്തേത് الحروف المرققة باء تاء. ആറാമത്തേത് الحروف أول الكلمة باء تاء ثاء جيم حاء. ഏഴാമത്തെ الحروف وسط الكلمة باء تاء ثاء جيم അതായത് അക്ഷരങ്ങൾ حاء خاء നടുവിൽ വന്നാൽ دال. രൂപമാണ്. എട്ടാമത്തേത് അക്ഷരങ്ങൾ അവസാനത്തിൽ വന്നുള്ള രൂപം. الحروف آخر الكلمة باء تاء. ഇനി ഒമ്പതാമത്തേത് الحروف المنفصلة ألف دال ذال راء زاي. أحوال الهمزة همزة مفردة، همزة فوق ألف، همزة تحت ألف، همزة فوق واو، همزة فوق ياء، همزة فوق نبرة، مدة فوق ألف. التاء المبسوطة والمربوطة تاء مبسوطة تاء مبسوطة تاء مبسوطة تاء مربوطة تاء مربوطة. ഓരോ തായിൻ്റെയും പേരുകളാണ് ഇതിൽ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഇതൊന്ന്, താഴത്ത് വേറെ ഒന്ന്, ഇങ്ങനെ 2 ഓപ്ഷനാണ് അതിലുള്ളത് കേട്ടോ. ഇത് വെറും ഒന്നാമത്തേതാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ അതുപോലെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന്, പിന്നെ ഇത് വേറൊന്ന്, പിന്നെ ഇതൊന്ന്, പിന്നെ ഇത് വേറൊന്ന്, അങ്ങനെയുള്ളത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ രണ്ടാമത്തേതിൻ്റെ വീഡിയോ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.